സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലും ജനപ്രതിനിധികളുടെ ചികിത്സയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയത് കോടികൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് MLA-മാർക്ക് മുൻ സഭാംഗങ്ങൾക്കുമായി 38 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. പിണറായി വിജയനാണ് ചികിത്സയ്ക്കായി ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചതെന്നും കണക്കുകളിൽ വ്യക്തമാണ്. ശ്യാമപ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകുന്നത്. ശ്യാമപ്രസാദെ, നമ്മൾ കുറെ അധികം ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുതിയതായി വീണ്ടും വന്നിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പണ്ടത്തെ പരാമർശമൊക്കെ നമുക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവ് എന്നുള്ള ആ ഒരു പരാമർശമൊക്കെ അല്ലേ കെ പി? അതെ, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നട്ടം തിരിയുമ്പോഴാണ് ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി MLA-മാർക്ക് വേണ്ടി കോടികൾ, അത് 38 കോടിയോളമാണ്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണല്ലേ ശ്യാം? സുരേഷ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിലവിൽ വാരിക്കോരിയ ഖജനാവിൽ നിന്ന് ചികിത്സയ്ക്കായി പണം ചെലവഴിച്ചതിൻ്റെ രേഖകളാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ടിരിക്കുന്ന വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനാണ്. 93 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് നിലവിൽ ഈ ഒരു ചികിത്സയ്ക്കായി ചെലവാക്കിയത്. നമുക്കറിയാം, മയോ ക്ലിനിക്കിലടക്കം വിദേശത്തെ ചികിത്സയിലടക്കം ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായി 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ നിലവിൽ വലിയൊരു തുക ഖജനാവിൽ നിന്ന് വഴിമാറി ഒഴുകുകയും ചെയ്തത്. ഇതെല്ലാം തന്നെ വരുമ്പോഴും പട്ടികയിൽ 2ാം സ്ഥാനത്തെ ശിവൻകുട്ടിയും കെ കൃഷ്ണൻകുട്ടിയും തന്നെ ഇടം പിടിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മുൻ മന്ത്രി കൂടിയായ ആർ ബിന്ദു അടക്കമുള്ളവർ ഈ പട്ടികയിലേക്കുണ്ട്. നിലവിൽ സാധാരണക്കാരെല്ലാം തന്നെ നിലവിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെല്ലാം തന്നെ ക്യൂ നിന്നും മരുന്ന് വാങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ജനപ്രതിനിധികൾ ഇത്രയ്ക്കും ഖജനാവ് ദൂർത്തടിച്ചുകൊണ്ട് വലിയ ലക്ഷക്കണക്കിന് രൂപ വിദേശത്ത് ഇത്തരത്തിൽ ചികിത്സയ്ക്കായി പണം ചെലവഴിച്ചിരിക്കുന്നതും. അതിനാൽ തന്നെ ഇവർക്ക് റീഇംബേഴ്സ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴും വഴിവിട്ട സഹായം തന്നെയായിരുന്നു അന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രിമാരെല്ലാം തന്നെ ഇത്തരത്തിൽ ചെലവഴിച്ചെന്നുള്ള തുക കൂടിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ടിരിക്കുന്ന ഈ കണക്കുകളിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി കൂടിയായ വി ഡി സതീശൻ അടക്കം ഈ തുക കൈപ്പറ്റിയതായിട്ടുള്ള രേഖകൾ കൂടി വിവരാവകാശത്തിൽ മറുപടിയിലുണ്ട്. ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്.